നമ്മുടെ ചാപ്റ്റർ 2-ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എൻജിൻ ടെർമിനോളജിയാണ്. നമ്മളിപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നോക്കിയത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് കണ്ടു. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും. അതിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ മാത്രമാണ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ പറ്റി നമുക്ക് അറിയാനുള്ളതെല്ലാം ആ ഒരു സെക്ഷനിൽ കഴിഞ്ഞു. അത്രേ നമുക്ക് അറിയാനുള്ളൂ. ഇനി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബാക്കിയെല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തിനാ നമുക്ക് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകണം, കുറച്ച് ടേംസ്. ആ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രം വൃത്തിയായിട്ട് വരച്ചെടുക്കണം. ഹെഡിങ് കൊടുക്കേണ്ടത് എൻജിൻ ടെർമിനോളജി. ഈ ചിത്രം വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. ഇവിടെ ആകുമ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ട്, അത് ഇൻലെറ്റ് വാൽവ് ആണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ആണ്. ഇവിടെ സിലിണ്ടർ ഹെഡ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ഇഞ്ചക്ടർ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. അത് പൊതുവായിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ഈ കാണുന്ന സിലിണ്ടർ ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് പിസ്റ്റൺ ആണ്. പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ പിസ്റ്റണിൻ്റെ താഴെയായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് കാണിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റിന് സെൻറ്റർ ഉണ്ട്. ഒരു ഭാഗത്തായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ആ ഭാഗത്തു നിന്നാണ് ഇതിനെ ഈ കാണുന്ന ഈ ലൈൻ കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ ഉള്ള ഭാഗങ്ങൾ പറഞ്ഞാൽ ഏറ്റവും വലിയ സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ മുകളിൽ സിലിണ്ടർ ഹെഡ് ഉണ്ട്. സിലിണ്ടർ ഹെഡിൽ രണ്ട് വാൽവുകളുണ്ട്, രണ്ട് മാനിഫോൾഡുകളുണ്ട്. സിലിണ്ടറിൻ്റെ ഉള്ളിലൊരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട് മുകളിലേക്കും താഴത്തേക്കും. ആ പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്തിട്ടൊരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ലൈൻ കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകുന്നതനുസരിച്ച് ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം അറിയേണ്ട ഒരു പോയിന്റ് ആണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ടോപ്പ് ഡെഡ് സെന്റർ എന്നാൽ ഈ പിസ്റ്റന്റെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ. എന്ന് വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ പിസ്റ്റണ് പോകാൻ പറ്റുന്ന രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഇതുവരെ പോവാം, ഏറ്റവും കൂടുതൽ ഇതുവരെ പോവാം. താഴേക്ക് ഇതുവരെ വരാം. ഇതാണ് BDC. അവിടെ നിൽക്കട്ടെ. ഇവിടം മുതൽ ഇവിടം വരെ മാത്രമേ പിസ്റ്റന് മുകളിലേക്കും താഴേക്കും പോകാൻ പറ്റുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താഴേക്ക് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൺ മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ പിസ്റ്റണ് പോകാൻ പറ്റുന്ന ഏറ്റവും അകലെയുള്ള ദൂരം, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും അകലെ പോകാൻ പറ്റുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയാം. ഒരു പിസ്റ്റൺ സിലിണ്ടറിന്റെ ഉള്ളിലൂടെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും എത്ര അകലത്തിൽ പോകാൻ പറ്റുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ. ഇതിനേക്കാൾ കൂടുതൽ ദൂരത്തിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല പിസ്റ്റൺ പോകാൻ പറ്റുന്ന ഏറ്റവും കൂടിയ ദൂരം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയും. ഇനി വരുന്ന പോയിന്റാണ് ബോട്ടം ഡെഡ് സെന്റർ. അത് നേരെ തിരിച്ചാണ് വരിക. പിസ്റ്റണ് ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഏറ്റവും അടുത്ത് എത്തുമ്പോൾ ഉള്ള ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബോട്ടം ഡെഡ് സെന്റർ. പിസ്റ്റൺ ഇനി താഴത്തേക്ക് വരാൻ പറ്റില്ല. ഈ പിസ്റ്റന്റെ ടോപ്പ് ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം വരുന്നത് സിലിണ്ടറിലാണ്. പിസ്റ്റൺ മുകളിലേക്ക് താഴത്തേക്ക് മൂവ് ആണല്ലോ, അപ്പോൾ കോൺസ്റ്റന്റ് അല്ല. പക്ഷെ സിലിണ്ടറിലാണ് എന്ത് ചെയ്യുക? ഈ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പിസ്റ്റൺ ഏറ്റവും അകലെ നിൽക്കുമ്പോൾ, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുമ്പോൾ ആ പിസ്റ്റന്റെ മുകൾ ഭാഗം എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ. പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ ടോപ്പിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബോട്ടം ഡെഡ് സെന്റർ. അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഈ ടോപ്പ് ഡെഡ് സെന്ററിനും ബോട്ടം ഡെഡ് സെന്ററിനും ഇടയിൽ മാത്രമേ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുള്ളൂ? മൂവ് ചെയ്യുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പിസ്റ്റണ് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്, ഏറ്റവും അകലെ നിൽക്കുമ്പോൾ ഉള്ള ആ പോയിന്റിനെ വിളിക്കുന്ന പേര്, സിലിണ്ടറിലുള്ള ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ, അല്ലെങ്കിൽ TDC എന്ന് പറയാം. പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഏറ്റവും അടുത്ത് വരുമ്പോൾ ഉള്ള ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബോട്ടം ഡെഡ് സെന്റർ. കാരണം ഇത് മുകളും താഴെയും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ സാധനം മൊത്തത്തിൽ തിരിഞ്ഞിരിക്കും. എല്ലാതും കുത്തി നിർത്തിയിരിക്കണം എന്നില്ല. എല്ലാ എഞ്ചിനും മുകളിലേക്ക് തന്നെ വെർട്ടിക്കൽ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഈ സിലിണ്ടർ എങ്ങനെ ഉണ്ടാവും. അപ്പം മുകളും താഴെയും പറയാൻ പറ്റില്ല. അപ്പോൾ പറയാൻ പറ്റുന്നത് എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും അകലെയാണെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ, ഏറ്റവും അടുത്താണെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ. ഇതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ടോപ്പ് ഡെഡ് സെന്ററും ബോട്ടം ഡെഡ് സെന്ററും. TDC BDC എന്ന് മാത്രം നമ്മളിനി അതിനെപ്പറ്റി പറയാൻ പോകുന്നുള്ളൂ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ്?
ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയാം. ടി ഡി സിക്കും ബി ഡി സിക്കും ഇടയിലുള്ള നീളത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക്. ആ സ്ട്രോക്കിനുള്ളിലോട്ടാണ് പിസ്റ്റൺ എന്ത് ചെയ്യാൻ പോകുന്നത്, മുകളിലേക്കും താഴത്തേക്കും പോകുന്നത്. അപ്പൊ അതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിലോ, പിസ്റ്റണ് ഒരു ഡയറക്ഷനിൽ, അതായത് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയാം. പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പോകാൻ പറ്റുള്ളൂ. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പിസ്റ്റണ് വൺ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയാം. ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ടി ഡി സി മുതൽ ബി ഡി സി അല്ലെങ്കിൽ ബി ഡി സി മുതൽ ടി ഡി സി വരെയുള്ള ദൂരമായിരിക്കും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ടി ഡി സി മുതൽ ബി ഡി സി വരെയുള്ള ദൂരം. അത്ര അറിഞ്ഞായിരുന്നാൽ മതി. അടുത്തത് വരുന്നതാണ് ബോർ എന്ന് പറയുന്നത്. ബോർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതിനെയാണ് ബോർ എന്ന് വിളിക്കുക. ഈ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയാമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബോർ എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ക്യാപിറ്റൽ ഡി ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. അത് പറയാൻ പറഞ്ഞു. ഇതിനെ ഈ ടോപ്പ് ഡെഡ് സെന്ററിനെ ടി ഡി സി എന്ന് മാർക്ക് ചെയ്യും, ബോട്ടം ഡെഡ് സെന്ററിനെ ബി ഡി സി എന്ന് മാർക്ക് ചെയ്യും. സ്ട്രോക്കിനെ ക്യാപിറ്റൽ എൽ, വലിയ അക്ഷരം എൽ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഇനി വേണ്ടത് ബോറാണ്. ബോറിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡി ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യും. ബോർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയാമീറ്റർ, ഉള്ളിലുള്ള ഡയാമീറ്റർ, ഈ ഒരു ഹോൾ ആയിരിക്കുമല്ലോ, റൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഹോളിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടോട്ടൽ ദൂരത്തിനെ വിളിക്കുന്ന പേര്, ഡയാമീറ്ററിനെ വിളിക്കുന്ന പേര്, ഉള്ളിലെ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബോർ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് ഉപയോഗിക്കും. ഇനി വരുന്ന ഒരു പോയിന്റ് ആണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ക്രാങ്ക് ത്രോ നമ്മൾ വിശദമായി അറിയണമെങ്കിൽ കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും പഠിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ്. ഇത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ ആണെങ്കിൽ ഇത് മെയിൻ ജേണലിന്റെ സെന്റർ ആണ്. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. ക്രാങ്ക് ത്രോ എന്താണെന്ന് ചിത്രത്തിൽ ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഈ ഡിസ്റ്റൻസ് ആണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ട അതാണ് ക്ലിയറൻസ് വോളിയം, വി സി എന്നാണ് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. എന്താണ്, പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള ഈ സ്പേസിന്റെ വോളിയത്തിന് വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അതായത് പിസ്റ്റൺ എവിടെ നിൽക്കുമ്പോൾ, ടി ഡി സിയിൽ നിൽക്കുമ്പോൾ ആ പിസ്റ്റന്റെ മുകളിൽ കുറച്ച് ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. കാരണം ഈ പിസ്റ്റൺ എന്തായാലും ഒരിക്കലും ഹെഡ് വരെ മുട്ടില്ല. അപ്പൊ ഈ വരുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിന്റെ വോളിയം, അതായത് വ്യാപ്തത്തിന് വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തുള്ള വോളിയം, അതായത് പിസ്റ്റൺ എവിടെ നിൽക്കുമ്പോൾ, പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിൽ ബാക്കി വരുന്ന വോളിയത്തിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അതിനെ വി, പിന്നെ താഴെ ചെറുതായിട്ട് സി എന്നാണ് എഴുതുക, ക്ലിയറൻസ് വോളിയം. പിന്നെ വരുന്ന ഒരു വോളിയം ഉണ്ട് സ്വെപ്റ്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, എങ്കിലും മനസ്സിലാക്കുക. ഈ ടി ഡി സി മുതൽ ബി ഡി സി വരെയുള്ള ഇത്രയും ഭാഗത്തുള്ള വോളിയം ആണ് എന്ത് വിളിക്കുക, സ്വെപ്റ്റ് വോളിയം എന്ന് പറയാം. അതിന്റെ നീളത്തിന് സ്ട്രോക്ക് എന്നാണ് പറയാ. പക്ഷെ ഇതിനുള്ള സ്പേസിന്റെ വോളിയം, ഇതിന് കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തിന് എത്ര വോളിയം ഉണ്ട്, അതായത് എത്ര വ്യാപ്തം ഉണ്ട് എന്നുള്ളതാണ് എന്ത്, സ്വെപ്റ്റ് വോളിയം എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിനെ വി സി എന്നാണ് മാർക്ക് ചെയ്യുക. വി വലുത്, ചെറുതായിട്ട് സി. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ എവിടെ നിൽക്കുമ്പോൾ, ടോപ്പ് ഡെഡ് സെന്ററിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിൽ വരുന്ന ഒഴിഞ്ഞ ഭാഗത്തിന്റെ വ്യാപ്തത്തിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. സ്വെപ്റ്റ് വോളിയം എന്ന് പറയുകയാണെങ്കിൽ ടി ഡി സി മുതൽ ബി ഡി സി വരെയുള്ള സ്പേസിൽ ഉള്ള വോളിയത്തിന് പറയുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം. ഇനി ഇതിലൂടെ കൂട്ടിയാൽ, അതായത് ഇവിടെയുള്ള സ്വെപ്റ്റ് വോളിയം ഇവിടെയുള്ള ക്ലിയറൻസ് വോളിയോടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറയാം. അതായത് സ്വെപ്റ്റ് വോളിയവും ക്ലിയറൻസ് വോളിയവും രണ്ടുകൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വോളിയത്തിന് പറയുന്ന പേരാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, പിസ്റ്റൺ താഴെ നിൽക്കുകയായിരിക്കുമല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ ബി ഡി സി നിൽക്കുമ്പോൾ എത്ര വോളിയം മുകളിലുണ്ട് നോക്കിയാലും മതി. അതാണ് അടുത്തൊരു ഡെഫിനിഷൻ വരിക. ടോട്ടൽ സിലിണ്ടർ വോളിയത്തിന് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ക്ലിയറൻസ് വോളിയവും സ്വെപ്റ്റ് വോളിയവും കൂടി കൂട്ടിയാൽ കിട്ടുന്ന തുക. അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്ററിൽ പിസ്റ്റൺ നിൽക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള വോളിയം, രണ്ടും ടോട്ടൽ സിലിണ്ടർ വോളിയം തന്നെയാണ്. ഇത് നോട്ട് എഴുതിയെടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ടി ഡി സി എന്ന് പറയും. ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻസൈഡ് ദ സിലിണ്ടർ ഫാർദസ്റ്റ് ഫ്രം ദ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുമ്പോഴുള്ള പിസ്റ്റന്റെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ടി ഡി സി എന്ന് പറയാം.
ഇവിടെ നോക്കിയാൽ അറിയാം പിസ്റ്റൺ ഏറ്റവും ദൂരെയാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് പിസ്റ്റൺ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും ദൂരെ നിൽക്കുമ്പോഴുള്ള പിസ്റ്റന്റെ പൊസിഷൻ എന്ന് പറഞ്ഞതാണ് TDC. നേരെ തിരിച്ചു വരുമ്പോൾ BDC വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ എഴുതുക? ബോട്ടം ഡെഡ് സെന്ററിനെ BDC. ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് പിസ്റ്റൺ ഇൻസൈഡ് ദ സിലിണ്ടർ. സിലിണ്ടറിനുള്ള പിസ്റ്റന്റെ പൊസിഷനാണ് നിയറസ്റ്റ് ഫ്രം ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഏറ്റവും അടുത്തുള്ളത്. കാരണം ഇതിനകത്ത് ഇനി താഴത്തേക്ക് വരാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും അടുത്തുള്ള പൊസിഷൻ. ഇനി ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പിസ്റ്റന് താഴത്തേക്ക് വരാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പിസ്റ്റന്റെ ടോപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. അത് കാര്യം ആലോചിക്കുക. പിസ്റ്റന്റെ ഈ ഭാഗത്തിന് പ്രാധാന്യമില്ല. പിസ്റ്റന്റെ ടോപ്പ് പോയിന്റിന് മാത്രമേ കാര്യമുള്ളൂ. പിന്നെ സ്ട്രോക്ക് ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? പിസ്റ്റൺ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പിസ്റ്റൺ ഫ്രം വൺ ഡെഡ് സെന്റർ ടു അനദർ. അതായത് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്കോ പിസ്റ്റൺ സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിനെയാണ് എന്ത് വിളിക്കുക? സ്ട്രോക്ക് എന്ന് വിളിക്കുക. ഈ ഒരു നീളത്തിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക്. അതിനെ ക്യാപിറ്റൽ L കൊണ്ട് മാർക്ക് ചെയ്യും. ബോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയമീറ്റർ, പുറത്ത് ഡയമീറ്റർ അല്ല, ഉള്ളിൽ ആ ഓട്ടയുടെ ഡയമീറ്ററിനെയാണ് എന്ത് വിളിക്കുക? ബോർ എന്ന് വിളിക്കുക. അത് ക്യാപിറ്റൽ ലെറ്റർ D കൊണ്ടാണ് മാർക്ക് ചെയ്യുക. ക്രാങ്ക് ത്രോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ക്രാങ്ക് പിൻ ടു സെന്റർ ഓഫ് മെയിൻ ജേർണൽ. ഇത് നമുക്ക് വിശദമായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നോക്കിയാൽ മതി. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ക്ലിയറൻസ് വോളിയം VC ഇങ്ങനെ തന്നെ എഴുതണം. വലിയ V, ചെറുതായിട്ട് C. ഇറ്റ് ഈസ് ദ വോളിയമാണ്, കോളം അല്ല. വോളിയം ഓഫ് സ്പേസ് എബോവ് പിസ്റ്റൺ വെൻ പിസ്റ്റൺ ഈസ് അറ്റ് TDC. പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പിസ്റ്റന്റെ മുകളിലുള്ള ഒഴിഞ്ഞ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. സെപ്റ്റ് വോളിയത്തിന് നമ്മൾ പറയുന്ന പേര് VS എന്നാണ്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ ബിറ്റ്വീൻ TDC ആൻഡ് BDC. TDCക്കും BDCക്കും ഇടയിലുള്ള സിലിണ്ടറിന്റെ വോളിയത്തിനെ പറയുന്ന പേരാണ് VS എന്ന് പറയുന്നത്. ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സ്പേസ് എബോവ് ദ പിസ്റ്റൺ വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് BDC. പിസ്റ്റൺ BDCയിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കണം. പിസ്റ്റൺ BDCയിൽ നിൽക്കുമ്പോൾ, പിസ്റ്റനോട് നിൽക്കുന്ന പിസ്റ്റൺ BDCയിൽ നിൽക്കുമ്പോൾ ആ പിസ്റ്റന്റെ മുകളിലുള്ള സകല ദൂരത്തിനെ, ആ വോളിയത്തിനെ പറയുന്ന പേരാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. പിസ്റ്റൺ BDCയിൽ നിൽക്കുമ്പോൾ, അതായത് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ മുകളിലുള്ള സകല വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. അതിൽ എന്തൊക്കെ പെടും? ഈ കാണുന്ന സെപ്റ്റ് വോളിയം പെടും, ഈ കാണുന്ന ക്ലിയറൻസ് വോളിയം പെടും. അതുകൊണ്ടാണ് നമ്മളതിനെ ടോട്ടൽ സിലിണ്ടർ വോളിയം ഈസ് ഈക്വൽ ടു സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം എന്ന് എഴുതുന്നത്. ഇനി നമുക്കറിയാനുള്ളത് എൻജിൻ കപ്പാസിറ്റി. എൻജിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ഓഫ് ആൾ സിലിണ്ടർ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വണ്ടിയിൽ 4 സിലിണ്ടർ എന്ന് ഇരിക്കട്ടെ. 4 സിലിണ്ടറിന് നമ്മൾ ടോട്ടൽ സിലിണ്ടർ വോളിയം കണ്ടുപിടിക്കും. ഒരു സിലിണ്ടറിന്റെ അത് കിട്ടുക. VS പ്ലസ് VC എന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്, അതായത് VSഉം VCയും കൂട്ടിയാൽ കിട്ടാൻ പോകുന്നത് ഒരു സിലിണ്ടറിന്റെ വോളിയമാണ്. പക്ഷേ നമുക്ക് 4 സിലിണ്ടർ ഉണ്ടെങ്കിലോ 4 സിലിണ്ടറിന്റെയും ടോട്ടൽ സിലിണ്ടർ വോളിയം കൂട്ടിയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ടോട്ടൽ സിലിണ്ടറിന്റെ TCV കണ്ടുപിടിക്കുക. അതിനെ എത്ര സിലിണ്ടർ ഉണ്ടോ അതിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എൻജിൻ കപ്പാസിറ്റി. ഇപ്പൊ പഴയ ഇന്നോവയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നോവ 2400 cc ആണ്. 2.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2400 cc ആയിരുന്നു. പക്ഷെ 2400 cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സിലിണ്ടറിൽ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു സിലിണ്ടറിൽ എത്ര ഉണ്ടാവും? ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 cc ആയിരുന്നു. അങ്ങനത്തെ 4 എണ്ണം വന്നപ്പോൾ 6 4 24 2400 cc ആയി. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ വോളിയമാണ്. അങ്ങനത്തെ എത്ര സിലിണ്ടർ ഉണ്ടോ അത്ര എണ്ണം കൊണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? എൻജിന്റെ കപ്പാസിറ്റി കിട്ടുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വരുന്നതാണ് കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ കുറച്ച് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അതൊരു റേഷ്യോ ആണ്. ടോട്ടൽ സിലിണ്ടർ വോളിയത്തിനെ ക്ലിയറൻസ് വോളിയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് മാത്രം ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. RC എന്നാണ് നമ്മൾ എഴുതുക. RC is equal to VS plus VC. അതാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സിലിണ്ടർ വോളിയം എന്നാൽ VS plus VC ആണ് ബൈ VC, അതായത് ക്ലിയറൻസ് വോളിയം. അപ്പോൾ കംപ്രഷൻ റേഷ്യോ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് അടുത്ത ഓരോരോ ചാപ്റ്റർ എത്തുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക, അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം.
RC is equal to VS plus VC by VC. ഇത് സ്വെപ്റ്റ് വോളിയം, ഇത് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു 3 ടൈപ്പ് പവറുകളുണ്ട്. ആ 3 പവർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവർ, ഫ്രിക്ഷണൽ പവർ ആൻഡ് ബ്രേക്ക് പവർ. ഈ 3 പവറും എഞ്ചിനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ എന്നാലും ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ ബൈ കമ്പഷൻ ഓഫ് ഫ്യൂവൽ. സിലിണ്ടറിന്റെ ഉള്ളിലാണ് ഫ്യൂവൽ കത്തുന്നത്. ഫ്യൂവൽ കത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, എനർജി പുറത്തേക്ക് വരിക. അതാണ് നമ്മൾ പവറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂവൽ കത്തുമ്പോൾ എത്ര എനർജി പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ എത്ര പവർ ഉണ്ടായി അതിനെയാണ് വിളിക്കുന്നത് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വിളിക്കുക. ആ പവർ മൊത്തം നമുക്ക് പുറത്തേക്ക് കിട്ടില്ല, കുറച്ച് പവറൊക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്, എന്താ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എഞ്ചിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ. അത് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അത്ര വിശദമായിട്ട് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഫ്യൂവൽ കത്തുമ്പോൾ എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ആ പവർ ഇനി എന്ത് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരുപാട് മൂവ് ചെയ്യുന്ന പാർട്സ് ഉണ്ട്. സിലിണ്ടർ മൂവ് ചെയ്യുന്നുണ്ട്, അതിന് കുറേ ബെയറിങ്സ് വരുന്നുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്, കണക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഘർഷണം എന്ന് പറയും. ഒരു നിർത്തിയിട്ട സാധനം തിരിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഫ്രിക്ഷൻ കാരണം കുറച്ച് പവർ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ പവർ. ഇറ്റ് ഈസ് ദ പവർ ലോസ്റ്റ് ഇൻ ദ എൻജിൻ ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ എൻജിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ. ആ പവർ എന്ത് ചെയ്യും, കുറേ പവർ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ എൻജിൻ തന്നെ ഉപയോഗിക്കും. കാരണം ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ പവർ എൻജിൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നഷ്ടമായിട്ട് വരുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ പവർ. അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ ഉണ്ടായി, അതിൽ നിന്ന് കുറച്ച് എൻജിൻ തന്നെ എടുത്തു, ഫ്രിക്ഷണൽ പവർ ആയിട്ട് എടുത്തു. ബാക്കി വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കിട്ടുക. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്നതിന് നമ്മൾ ബ്രേക്ക് പവർ എന്നാണ് വിളിക്കുക. ഇൻഡിക്കേറ്റർ പവർ ഉണ്ടായിരുന്നു, ആ ഇൻഡിക്കേറ്റർ പവറിന് കുറച്ച് പവർ ഫ്രിക്ഷൻ പവറായിട്ട് പുറത്തേക്ക് പോയി, ബാക്കി വരുന്നത് ബ്രേക്ക് പവറായിട്ട് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കിട്ടും. അതാണ് നമ്മുടെ എന്ത് പറയുക, ബ്രേക്ക് പവർ എന്ന് പറഞ്ഞത്. ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പവർ. അപ്പോൾ IP, FP, BP ഉണ്ട്. അപ്പോൾ BP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, IP മൈനസ് FP ആയിരിക്കും. കാരണം IP ഉണ്ടായിരുന്നു, അതിൽ നിന്ന് FP പുറത്തേക്ക് പോയി, ബാക്കി വരുന്നതാണ് BP എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊരു കണക്ക് പറയാം. എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അതിലൊരു 200 രൂപ വെറുതെ ബിരിയാണി കഴിച്ചു പോയി, ബാക്കി എന്ത് വരും, 800 രൂപ ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായപ്പോൾ 1000 വാട്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, 200 വാട്ട് കണ്ണി കണ്ടത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലവായി പോയി. ബാക്കി എത്ര ഉണ്ടാവും, 800 വാട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ 1000 വാട്ട് IP ഉണ്ട്, 200 വാട്ട് FP ഉണ്ടെങ്കിൽ 800 വാട്ടായിരിക്കും എന്ത്, BP ആയിട്ട് പുറത്തേക്ക് കിട്ടുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിൽ ആദ്യം ഫുൾ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് വേസ്റ്റ് ആയിപ്പോയി, ബാക്കി വരുന്നതാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. അപ്പോൾ ഉണ്ടായതിനെ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വിളിക്കും, വേസ്റ്റ് ആയി പോയതിനെ ഫ്രിക്ഷണൽ പവർ എന്ന് വിളിക്കും, ബാക്കി വരുന്നതിനെ ബ്രേക്ക് പവർ എന്ന് വിളിക്കും. വളരെ സിമ്പിൾ പോയിന്റ്സ് ആണ്, അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേ പറ്റൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യക്ഷമത എന്നാണ് അതിൻ്റെ ഒരു വാക്ക് പറയാൻ പറ്റുന്നത് മലയാളത്തിൽ. നമ്മൾ കൊടുത്തതിന് എന്ത് തിരിച്ചു കിട്ടി, അതാണ് നമ്മുടെ എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ 100 അങ്ങോട്ട് കൊടുത്താൽ എനിക്ക് എത്ര തിരിച്ചു കിട്ടും, അതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരാൾക്ക് 100 രൂപ കൊടുത്തു. അയാൾ എനിക്ക് 80ന്റെ ജോലി ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ, അയാളുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 80% വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഞാൻ ഇവിടെ 100 വാട്ട് ഉണ്ടായി, 100 വാട്ട് ഇവിടെ ഉണ്ടായി. ഫ്രിക്ഷൻ കാരണം എൻ്റെ ഒരു 20 വാട്ട് എന്ത് ചെയ്തു, വേസ്റ്റ് ആയിപ്പോയി.
ബാക്കി എന്ത് വരും ബ്രേക്ക് പവർ ആയിട്ട്? 100 20 പോയാൽ 80 വാട്ട് ഇവിടെ എനിക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്താ കൊടുത്തത്? 100 വാട്ട് കൊടുത്തു. എന്താ എനിക്ക് തിരിച്ചു കിട്ടിയത്? 80 കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 80/100 ആയിരിക്കും. അത് 0.8 അല്ലെ 0.8 എന്ന് വരും. അതിനെ നമ്മൾ വേണമെങ്കിൽ 80% എന്ന് എഴുതാം. ഇതിനെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ബ്രേക്ക് പവർ ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ ആണ് ടോട്ടൽ നമ്മൾ അങ്ങനെ കൊടുത്തത്. ഫ്യൂവലായിട്ട് കൊടുക്കുന്നതാണല്ലോ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഫ്യൂവലിനായിട്ട് കൊടുത്തത് 100 വാട്ടായിരുന്നു, തിരിച്ചു കിട്ടിയത് 80 വാട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 80% വരും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈറ്റ മെക്കാനിക്കൽ ഈസ് ഈക്വൽ ടു BP/IP ആണ് അതിൻ്റെ ഇക്വേഷൻ. അത് അറിഞ്ഞിരിക്കുക, BP/IP. ഇനി ഒരു എഫിഷ്യൻസി കൂടി വരുന്നുണ്ട്, വോളിമെട്രിക് എഫിഷ്യൻസി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻസൈഡ് ദ സിലിണ്ടർ ടു അറ്റ്മോസ്ഫിയറിക് എയർ ഡെൻസിറ്റി അറ്റ് മാനിഫോൾഡ്. ഇത് സാധാരണയായിട്ട് ഈ എന്താ പറയുക, ടർബോ ചാർജർ, സൂപ്പർ ചാർജർ ഒക്കെ വരുന്ന എൻജിൻസിനൊക്കെ കൂട്ടുന്ന ഈ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈറ്റ വി, വോളിമെട്രിക് എഫിഷ്യൻസി ആയതുകൊണ്ട് എഫിഷ്യൻസിയുടെ സിമ്പിളാണ് ഈ ഈറ്റ എന്ന് പറയുന്നത്. മാസ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻസൈഡ് സിലിണ്ടർ ഡിവൈഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻ മാനിഫോൾഡ്. അത് കാണാതെ പഠിക്കുക വഴിയുള്ളൂ. കാരണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചധികം കാര്യങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കാണാതെ പഠിക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻസൈഡ് ദ സിലിണ്ടർ ടു ഡെൻസിറ്റി ഓഫ് എയർ അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ മാനിഫോൾഡ്. മാനിഫോൾഡുള്ള ആദ്യം നോക്കുകയാണെങ്കിൽ സിലിണ്ടറിനുള്ളിലെ എയറിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ മാനിഫോൾഡുള്ള എയറിൻ്റെ ഡെൻസിറ്റി, അത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻജിൻ ടെർമിനോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പോയിന്റ്സ് ആണ് വരുന്നത്. ഈ 15 പോയിന്റും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് റിവിഷനായി നോക്കുകയാണെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും പിസ്റ്റൺ ഏറ്റവും അകലെ ഇരിക്കുമ്പോഴുള്ള ആ പിസ്റ്റന്റെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് TDC. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും പിസ്റ്റൺ ഏറ്റവും അടുത്തിരിക്കുമ്പോഴുള്ള പിസ്റ്റന്റെ പൊസിഷനെ വിളിക്കുന്നവരാണ് BDC. TDCയുടെയും BDCന്റെയും ഇടയിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബോർ. ക്രാങ്ക് ത്രോ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, ഇപ്പോൾ മാത്രം കാണാതെ പഠിക്കുക. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞതാണ് പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിലുള്ള വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ TDCയുടെയും BDCയുടെയും ഇടയിലുള്ള വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം. ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ BDCയിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിലുള്ള ടോട്ടൽ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം ക്ലിയറൻസ് വോളിയം കൂട്ടിയാലും ടോട്ടൽ സിലിണ്ടർ വോളിയം കിട്ടും. അങ്ങനെ ഒരു ടോട്ടൽ സിലിണ്ടർ വോളിയം കിട്ടിയിട്ട് അതിനെ എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും സിലിണ്ടറിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സിലിണ്ടർ ഉണ്ട്, 600 cc ആണെങ്കിൽ 2400 cc ആയിരിക്കും എൻജിൻ കപ്പാസിറ്റി വരിക. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിലിണ്ടർ വോളിയത്തിനെ ക്ലിയറൻസ് വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് വിശദമായിട്ട് പഠിക്കാറുണ്ട്. അതിന് RC എന്ന് മാർക്ക് ചെയ്യും. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ കിട്ടുന്നത് എങ്ങനെയാണ്? ഫ്യൂവൽ കത്തുമ്പോഴാണ്. ഫ്യൂവൽ കത്തുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ആ പവറിൽ കുറച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പവറിൽ നിന്ന് കുറച്ച് ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞ പോലെ 100 വാട്ട് ഉണ്ടായിരുന്നെങ്കിൽ 20 വാട്ട് എന്ത് ചെയ്യും? എൻജിൻ ഇങ്ങനെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെടുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്ന ആ പവറിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്, FP. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ പവറിൽ നിന്നും ഫ്രിക്ഷണൽ പവർ കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുക. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റർ പവർ മൈനസ് ഫ്രിക്ഷണൽ പവർ ആണ്. അതൊക്കെ അറിഞ്ഞിരിക്കണം. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റർ പവർ. എത്ര തിരിച്ചു കിട്ടി ഡിവൈഡ് ബൈ എത്ര കൊടുത്തു.
അതിനാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി കൊണ്ടിരിക്കുന്നത്. ബി പി ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ഐ പി ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ബി പി ബൈ ഐ പി ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻസൈഡ് സിലിണ്ടർ ടു മാസ് ഡെൻസിറ്റി ഓഫ് എയർ ഇൻ മാനിഫോൾഡ്. സിലിണ്ടറിനുള്ള എയറിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ മാനിഫോൾഡിലെ എയറിന്റെ ഡെൻസിറ്റി. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ പൈപ്പാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻലെറ്റ് വാൽവിലേക്ക് വരുന്ന എയറിനെ കൊണ്ടുവരുന്ന ആ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. എക്സോസ്റ്റിലേക്ക് പുറത്തേക്ക് പോകുന്ന ആ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മാനിഫോൾഡ് എന്ന് പറയുന്നത് ഇൻലെറ്റ് മാനിഫോൾഡ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻജിൻ ടെർമിനോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട